അല്ലെങ്കിൽ പക്ഷേ കൊച്ചിയിലെ ലീഗിൽ എന്താ പ്രശ്നം? അരുൺകുമാർ, ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കൊച്ചിയിലെ ലീഗിൽ തർക്കം പുകയുകയാണ്, വിഭാഗീയത പുകയുകയാണ്. ഈ കൊച്ചിയിലെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നിലവിലുള്ള ഒരു തർക്കം രൂക്ഷമായിരിക്കുന്നത്. ഈ VK ഇബ്രാഹിം കുഞ്ഞ് പക്ഷവും അതുപോലെ ഈ അഹമ്മദ് കബീർ പക്ഷവും തമ്മിലുള്ള തർക്കം രൂക്ഷമായ ഘട്ടത്തിൽ കോടതി നിരീക്ഷകന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ഈ കമ്മിറ്റിയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള അഹമ്മദ് കബീർ വിഭാഗം ഈ PK ജലീലിനെ ജില്ലാ സെക്രട്ടറിയായും അതുപോലെ ഈ ഹംസ പാറക്കാടിനെ ജനറൽ സെക്രട്ടറിയുമായി കൊണ്ടായിരുന്നു ഒരു കമ്മിറ്റിയെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ലീഗ് സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പ് നടത്താതെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് നോമിനേറ്റ് ചെയ്ത് ഈ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമം നടത്തി. VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായ ഗഫൂറിനെ സെക്രട്ടറിയാക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ സംസ്ഥാന നേതൃത്വം ഒരു നോമിനേഷൻ മുന്നോട്ട് വെച്ചത്. ഇതാണ് ഈ വിമത വിഭാഗത്തെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത്. മറ്റൊരു കാര്യം വിമത വിഭാഗം ആരോപിക്കുന്നത് ലീഗ് സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കൾക്ക് LDFുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യം കുറച്ചു കാലമായി ഉണ്ട്. അത് സാധ്യമാകണമെങ്കിൽ UDF ദുർബലമായി എന്നൊരു തോന്നൽ അണികളിൽ സൃഷ്ടിക്കണം. അതിനുവേണ്ടിയാണ് ലീഗ് പ്രബലമായ എറണാകുളം പോലൊരു ജില്ലയിൽ ഇത്തരത്തിൽ ലീഗിനുള്ളിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വിമത വിഭാഗം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ഈ ഹംസ അനുകൂല വിമത വിഭാഗം 100-ലധികം ആളുകളെ ചേർത്തുകൊണ്ട് ഒരു രഹസ്യ യോഗമടക്കം നടത്തിയിരുന്നു. ഈ ലീഗിനെ ജില്ലാ മന്ദിരം പണിയുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഹംസ പാറക്കാടിനെതിരെ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം നടപടിയെടുത്തിരുന്നു. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഹംസ പാറക്കാടിനെ ഈ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിക്കൊണ്ടുള്ള ഒരു അറിയിപ്പ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതും ഈ സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കളുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാനാണ് എന്നാണ് വിമത വിഭാഗം ആരോപിക്കുന്നത്. ഈ വരുന്ന 3-ാം തീയതി ജില്ലാ തലത്തിൽ വലിയൊരു വിമത കൺവെൻഷൻ നടത്താനായി വിമത വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഈ ലീഗിൽ ഉണ്ടായിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഈ തുറന്ന പോരും എറണാകുളത്തെ കോൺഗ്രസിന് ചെറിയ തലവേദന ആയിരിക്കില്ല ഉണ്ടാക്കുക. ശരിയാണ്. കളമശ്ശേരിയിൽ ലീഗിന് സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ലീഗിനുള്ളിൽ ഒരു വിമത വിഭാഗം ശക്തമാകുന്നത്.